ഉഴൽച്ചകളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പകൽ നമുക്ക് ആരംഭിക്കാം. 56-ാം സങ്കീർത്തനം 8-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. സങ്കീർത്തനക്കാരൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ശബ്ദമാണ് നാം ഇവിടെ കാണുന്നത്. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു. ജീവിതത്തിൽ പലപ്പോഴും നാം പല വിധത്തിൽ കുഴച്ചിൽ സംഭവിച്ച് ഉഴന്നു നടക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ അവയുടെയൊക്കെ നടുവിൽ നമ്മുടെ ഉഴൽച്ചകളെ കാണുകയും നമ്മുടെ കണ്ണുനീർ തുരുത്തിയിൽ ശേഖരിച്ചു വയ്ക്കുകയും ചെയ്യുന്ന ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. നാം ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഹാഗറിനെ കുറിച്ച് കാണുന്നുണ്ട്. തൻ്റെ യജമാനൻ്റെ വീട്ടിൽ നിന്ന് ഹാഗർ താൻ ഇറങ്ങിപ്പോകുന്ന ഒരു സംഭവമാണ് ആ അധ്യായത്തിൽ വായിക്കുന്നത്. 7-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ദൈവദൂതൻ ഹാഗറിന് പ്രത്യക്ഷമായി അവളോട് ചോദിക്കും: ഹാഗറേ, നീ എവിടെ നിന്ന് വരുന്നു? നീ എവിടേക്ക് പോകുന്നു? അവൾ അവളുടെ സാഹചര്യങ്ങൾ എല്ലാം ദൈവദൂതനുമായി സംസാരിക്കുന്നു. അവസാനമായി ഹാഗർ പറയുന്ന ഒരു വാചകമുണ്ട്: എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ? വളരെ പ്രസക്തമായ ഒരു വാചകമാണ് അവിടെ നാം കാണുന്നത്. എന്നെ കാണുന്നവൻ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന വ്യഥകൾ, വേദനകൾ, ഭാരങ്ങൾ, ഉഴൽച്ചകൾ ആരും അറിയുന്നില്ല, ആരും കാണുന്നില്ല എന്നൊരു പക്ഷേ നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ ഇന്ന് പകൽക്കാലം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മുടെ ഉഴൽച്ചകളെ എണ്ണുന്നവനായ ദൈവമാണ്. നാം ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ യാക്കോബ് തൻ്റെ ഭവനത്തിൽ നിന്ന് സഹോദരനെ ഭയന്ന് അമ്മാവൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു യാത്രയെക്കുറിച്ച് നാം കാണുന്നുണ്ട്. രാത്രിയിൽ എല്ലാം അസ്തമിച്ച ഒരു ജീവിത സാഹചര്യത്തിൽ അവനൊറ്റയ്ക്ക് കല്ല് തലയണയായി വെച്ച് കിടക്കുമ്പോൾ ദൈവദൂതൻ അവന് പ്രത്യക്ഷമായി അവനോട് അവൻ്റെ ഭാവിയെക്കുറിച്ചുള്ള കൃത്യമായ ആലോചനകൾ നൽകുന്നത് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായി തീരുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നമുക്കൊരിക്കലും ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ ആരും കാണുന്നില്ല എന്നോർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ടത് ആവശ്യമില്ല. നമ്മുടെ ഉഴൽച്ചകളെ എണ്ണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ വരുമ്പോൾ, ഉഴൽച്ചകൾ വരുമ്പോൾ ഞങ്ങളെ കാണുന്നൊരു ദൈവമുണ്ട് എന്ന അറിവോടെ മുൻപോട്ട് പോകുവാൻ ഞങ്ങളേവരെയും സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you. Have a nice day.